ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് അരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലെ സ്നാക്കുമായിട്ടാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ജയ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരി കൊണ്ടും ഈ സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അരി ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളൂ, കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അരി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കൈവിടാതെ ഇളക്കി കൊടുത്തിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് അരി ഒന്ന് വറുത്ത് കിട്ടുന്നത് വരെ നമ്മളിത് ഇളക്കിയെടുക്കണം. കണ്ടോ, അരി ഇപ്പോൾ നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ചെറിയ അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ശർക്കരയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അത് മെൽറ്റാക്കി എടുക്കാൻ. നമുക്ക് നല്ല തിക്കായിട്ടുള്ള സിറപ്പാണ് വേണ്ടത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി, കൂടുതലൊന്നും ഒഴിക്കണ്ട. അപ്പോൾ ഇതിൽ കുറച്ച് മെൽറ്റാവാതെ 2 ചെറിയ അച്ച് ശർക്കര കിടക്കുന്നുണ്ട്. അത് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ സിറപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അരിമണി വറുത്തത് തണുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്കയുടെ കുരുവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കുറച്ച് തരിതരിയായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുക. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ബൗളിലോട്ട് മാറ്റാം. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് തരിതരിയായിട്ട് തന്നെയാണ് പൊടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറുപഴമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. 3 എണ്ണം വലുതും 3 എണ്ണം ചെറുതുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരി പൊടിച്ചില്ലേ, അതേ ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരി പൊടിച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടാവൂലേ ചെറുപഴം. ഇനിയിപ്പോൾ ചെറുപഴം അല്ലാന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം അരച്ചത് ചേർത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ അരമുറി തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയും പഴവും അരി പൊടിച്ചതും പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കാക്കിയിട്ട് ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം അധികമാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലേ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. ശർക്കര ചീവിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ടോ ചേർക്കുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം ശർക്കരപ്പാനി മിക്സ് ചെയ്യാൻ. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മെൽറ്റാവാതെ കടന്ന 2 അച്ചുണ്ടല്ലോ അത് മാത്രമാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ശർക്കര സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പാകത്തെ മധുരമാണ് കേട്ടോ. ഇനി നമ്മളിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡ് സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഹെൽത്തിയാണ്, അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നില്ല, അതുപോലെ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, ശർക്കരയും തേങ്ങയും പിന്നെ അരിമണി വറുത്ത് പൊടിച്ചതും അല്ലേ. അപ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ നെഹ ഫുഡ് സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്